ഓഗസ്റ്റ് 1 വിശുദ്ധ അൽഫോൻസ് ലിഗോരി, മെത്രാൻ, വേദപാരംഗതൻ. റിഡംറ്ററിസ് സഭയുടെ സ്ഥാപകനായ അൽഫോൻസ് ലിഗോരി 1696 സെപ്റ്റംബർ 1 ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള മരിയാനച്ചിയിൽ ജനിച്ചു. ഒരു നേവൽ ഓഫീസറായിരുന്ന പിതാവിൻ്റെയും ഭറ്റയായ മാതാവിൻ്റെയും ഉത്തമ ശിക്ഷണത്തിൽ വളർന്നു. നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച അൽഫോൻസ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്തു. തുടർന്ന് 10 കൊല്ലത്തോളം അൽഫോൻസ് കോടതിയിൽ പല കേസുകളും വാദിച്ചു. ഒരു കേസും തോറ്റില്ല. അങ്ങനെയിരിക്കെ ഒരു വലിയ സംഖ്യയുടെ കൈമാറ്റത്തെ പറ്റിയുള്ള ഒരു കേസിൽ പ്രധാനമായ ഒരു രേഖ കാണാതെ അൽഫോൻസ് കേസ് വാദിക്കാനിടയായി. എതിർഭാഗം ആ രേഖ കാണിച്ച് കേസ് വാദിച്ച് ജയിച്ചു. അൽഫോൻസ് ഗദ്ഗദത്തോടെ പറഞ്ഞു, ലോകത്തിൻ്റെ മായാ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ കോടതിയിലേക്കില്ല. അങ്ങനെ സ്വഭവനത്തിൽ അൽഫോൻസ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം അതിൻ്റേതായ സന്തോഷം അദ്ദേഹത്തിൻ്റെ നേർക്ക് വച്ചു നീട്ടിയെങ്കിലും ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിൻ്റെ ഇംഗിതത്തിനെതിരായി 30-ാമത്തെ വയസ്സിൽ വൈദികനായി. മകൻ്റെ ആധ്യാത്മികത അങ്ങേയറ്റം വെറുത്തിരുന്ന പിതാവ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ശ്രവിക്കാനിടയായി. പ്രസംഗത്തിന് ശേഷം മകനെ തെരഞ്ഞുപിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ദൈവത്തെ അറിയുവാൻ നിൻ്റെ പ്രസംഗം എന്നെ സഹായിച്ചു. ഇത്ര പരിശുദ്ധവും ദൈവത്തിന് സംപ്രീതവുമായ ഒരന്തസ്സ് നീ സ്വീകരിച്ചതിൽ ഞാൻ അനുഗ്രഹീതനും നിന്നോട് കൃതജ്ഞനുമാണ്. 1731 അൽഫോൻസ് രക്ഷകൻ്റെ സഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ കർക്കശമായ ജീവിതരീതിയെ വെറുത്ത് സഭാംഗങ്ങൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. എങ്കിലും 1762 അദ്ദേഹം സന്ത അഗാത്തു ദെൽഗോത്തിയിലെ മെത്രാനായി 13 കൊല്ലം തീഷ്ണതയോടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. പരഹൃദയജ്ഞാനമുണ്ടായിരുന്ന ഈ മെത്രാൻ ദുർമാർഗികളെ മുറയ്ക്ക് ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. ഭാരിച്ച ജോലികളുടെ ഇടയ്ക്ക് വലുതും ചെറുതുമായ 111 പുസ്തകങ്ങൾ എഴുതി സഭയെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ സന്മാർഗശാസ്ത്രം പ്രസിദ്ധമായ ഒരു കൃതിയാണ്. മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം പോലെ വേറൊരു ഗ്രന്ഥം ദൈവമാതാവിനെപ്പറ്റി ആരും എഴുതിയിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ 41 പതിപ്പുകളുണ്ടായി. ഒരു നിമിഷം പോലും വൃഥാ ചെലവഴിക്കുകയില്ലെന്ന് അദ്ദേഹം ഒരു വ്രതമെടുത്തിരുന്നു. തലവേദനയുള്ളപ്പോൾ തണുത്ത ഒരു മാർബിൾ കഷ്ണം നെറ്റിയിൽ താങ്ങിപ്പിടിച്ച് വായനയും എഴുത്തും തുടർന്നിരുന്നു. പ്രശസ്തിയോടൊപ്പം വളരെയേറെ കഷ്ടതകളും അനുഭവിച്ച് 91-ാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരി നിര്യാതനായി. 1816 സെപ്റ്റംബർ 15 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1871 മാർച്ച് 23 വേദപാരംഗതനായും പ്രഖ്യാപിക്കപ്പെട്ടു. വചനം ഗലാത്യ 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. വിചിന്തനം. ബാല്യം മുതലേ കർത്താവിനെ അറിഞ്ഞു വളർന്ന ഒരു വ്യക്തിയാണ് അൽഫോൻസ് ലിഗോരി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പരിശുദ്ധി അതിന് സാക്ഷ്യം നൽകുന്നുമുണ്ടായിരുന്നു. തങ്ങളുടെ മകനെ അവരാഗ്രഹിച്ച വിധത്തിൽ വളർത്തുവാനും ആ മാതാപിതാക്കൾക്ക് സാധിച്ചു. വിജയങ്ങളുടെ നെറുകയിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനേറ്റ ആദ്യ പരാജയം നിരാശനാക്കി. തൻ്റെ വക്കീൽ ജോലിയിൽ നിന്ന് പിന്മാറി അദ്ദേഹം ഏകാന്തതയിലേക്ക് മാറി. അവിടെ വെച്ച് തൻ്റെ ആത്മാവിനെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് മാതാപിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വൈദികനാകുവാൻ തീരുമാനിച്ചു. വൈദിക വൃത്തിയിലായിരിക്കുമ്പോൾ പിതാവ് മകൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സുവിശേഷ ജീവിതത്തെ മനസ്സിലാക്കാം. വിശുദ്ധ അൽഫോൻസിൻ്റെ പ്രസംഗം ശ്രവിച്ച ഒരാൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അങ്ങയുടെ പ്രസംഗങ്ങൾ ശ്രവിക്കുക ഇമ്പമാണ്. അങ്ങ് അങ്ങയെ തന്നെ വിസ്മരിച്ച് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അൽഫോൻസ് തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പഴം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിൻ്റെ അടുക്കൽ പോകുന്നു. മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും.